ഇതിനേക്കാൾ ഇമോഷണൽ ആയിട്ട് ഒരുപാട് ആൾക്കാർ പുറത്ത് ഞങ്ങളുടെ വീഡിയോ കാണിക്കില്ലേ എന്ന് പറഞ്ഞ കുറച്ച് വീഡിയോകളുണ്ട്. ഇതിലും ഇപ്പൊ ഇന്നലെ ഞാൻ വനിതയിൽ പോയ സമയത്ത് ഒരു 90% ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ക്ലൈമാക്സ് കണ്ടാണല്ലോ. അപ്പൊ ആ ഷോട്ടായപ്പോ കൈ അടിച്ചപ്പോ ഞങ്ങള് സാരംഗി മൊബൈലിലൊക്കെ വീഡിയോ എടുക്കുന്നതായി. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ആന്റി അവിടെ നിന്ന് നടന്നു വന്നിട്ട് അപ്പൊ നമ്മൾ പുറത്തോട്ട് പോകാനാണ്. പക്ഷെ അവർ വന്നപ്പോൾ അവരിങ്ങനെ തലയിറങ്ങി വീഴാൻ പോണ അവസ്ഥയിലാണ് എന്നെ മ്യൂസിയം വന്ന് പിടിച്ചിട്ട് അവർ പൊട്ടിക്കഴിഞ്ഞിട്ട്. എനിക്ക് വേറെ ആരും പറയാത്തൊരു കമന്റ് അവർ പറഞ്ഞു. ബാക്കി എല്ലാവരും പറഞ്ഞ എന്റെ മോനെ പുറത്തോട്ട് വിട്ടു, വിഷമായി, ഇനി ഇവിടെ നിൽക്കണ്ട ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അവരെന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എന്റെ മകന്റെ ഇഷ്ടം അല്ലെങ്കിൽ അവന്റെ ആഗ്രഹം ഞാൻ അവന്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ. അതാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമ. അതായത് പുറത്തോട്ട് പോകണതോ അകത്തോട്ട് പോകണോ അതൊന്നല്ല. എന്റെ മകന്റെ ആഗ്രഹം എനിക്ക് ഇതുവരെ ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്റെ മോശയുടെ മേത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ അമ്മ കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തലയിറങ്ങി എന്ന് പറയും. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ വീഡിയോ കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇത് നമുക്ക് നെഞ്ചി തൊട്ട് പറയാൻ പറ്റും, ഇത് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പ്രയോഗിച്ച വീഡിയോസ് അല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് പല ആൾക്കാരും അല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാൻ വന്ന പിള്ളേരെ അടുത്ത് വെച്ചറിയാം, അവര് കണ്ടിട്ട് ഇമോഷണൽ ആയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഓഡിയൻസിലേക്ക് സിനിമ എത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇത് കൂടുതൽ എത്താനുണ്ട്. കാര്യം അറിയാലോ, ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു ടൈം എടുക്കും. അതിനാണ് നിങ്ങളുടെ സപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കും ചോദിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വിജയം കണ്ട ഒരു സിനിമയാണ് കൽബ്. രഞ്ജിത്തിന്റെ അതേപോലെ തന്നെ ഒരു അവസ്ഥയിലെ ശരിക്കും പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടി മൂവ്മെന്റ് ഇപ്പം നമ്മുടെ UK വന്നിട്ടുണ്ട്. എങ്കിൽ പോലും തിയേറ്ററിൽ വലിയൊരു ഇടിച്ചു കയറ്റം വരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു OTT വരട്ടെ എന്ന രീതിയിൽ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടില്ല. അതിന്റെ കാരണം വെച്ചാൽ ഒരു ഇടിച്ച് തല്ലി കയറേണ്ട പോലത്തെ ഒരു സിനിമയല്ല നമ്മുടെ. ഇപ്പൊ ഒരു മാസോ അല്ലെങ്കിൽ ഒരു അറിയാലോ, ഇപ്പൊ ഈ സിനിമ കണ്ടത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് ഫാമിലി യൂത്ത് ഫാമിലി എന്റർടൈൻമെന്റ് എന്നുള്ള പറഞ്ഞു. അപ്പൊ ഒരു ഇടിച്ചു തല്ലി കയറി കാണുന്ന പടമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ May 23 റിലീസ് വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ ഇടയിൽ വന്ന് മഴ വന്ന് അതിന്റെ ഇടയിൽ നമ്മൾ തലേ ദിവസം ബുക്ക് മൈ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വേണ്ട തീരുമാനം എടുത്തത്. നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ഓഡിയൻസിലേക്ക് എത്താൻ, ഫാമിലി ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നമുക്ക് അതുപോലത്തെ സ്ലോട്ട് വേണം. അതുപോലത്തെ സ്ലോട്ട് കിട്ടി. നല്ല നിങ്ങൾക്കറിയാം, നമുക്ക് ആ ഇറങ്ങിയ അന്ന് മുതൽ നമ്മുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകന്റെ ഇപ്പൊ 100 പേരിരുന്നാൽ 80 പേർക്ക് സിനിമ ഇഷ്ടാവുള്ളൂ. അതാണ് നമുക്കറിയാം. ആ ബാക്കിയുള്ള 20 പേര് ചിലപ്പോൾ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവും. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്. പക്ഷെ നമ്മൾ ആ 80 പേരാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ആൾക്കാര് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഓഡിയൻസ് ഈ മഴ അല്ലെങ്കിൽ സ്കൂൾ ടൈമിൽ വരാനൊരു സമയം എടുക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ നമുക്ക് എനിക്കൊന്ന് ചൊവ്വ മുതൽ വേണം നമ്മൾ കുറച്ചൊരു ഡൗൺ ആയി ഞങ്ങൾ ചെറിയതായിട്ട് ടെൻഷൻ. പക്ഷേ ഫ്രൈഡേ നമ്മുടെ പടം പിന്നെയും കയറി, ഇന്ന് ഇപ്പൊ സാറ്റർഡേ പിന്നെയും കയറി. അപ്പൊ അത് ആ ആൾക്കാർ എത്താനുള്ളൊരു സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും OTT സിനിമയാണ്, ഇതൊരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ മറ്റുള്ള രഞ്ജിത്തിന്റെ എല്ലാ സിനിമയിലും നമ്മളെ സംബന്ധിച്ച് അറിയാം, തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി പടം നമ്മുടെയാണ്. അത് പിന്നെ മാർക്കറ്റ് ചെയ്യാനും അതിനൊക്കെ ചില സാഹചര്യം മോശമായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പൊ രഞ്ജിത്ത് നാട്ടിലില്ല. അയാള് ഹാഫിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി അയാളുടെ ഡേറ്റ്സുകൾ മാറ്റി വെച്ചാൽ നമ്മുടെ പടത്തിനുണ്ട്. പക്ഷെ ഒരു മാസം നമ്മുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ അയക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഒരു ടെൻഷനിലാണ്. അവിടെ നമ്മുടെ യുദ്ധം നടന്ന സമയത്ത് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ ഇനി മാറ്റിവെക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുപോലെയുള്ള മാർക്കറ്റിങ്ങിൽ ഞങ്ങൾക്ക് ഇറങ്ങാനാവുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ചില തിരക്കുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, തിയേറ്ററിസ്റ്റും കാര്യങ്ങളും. പക്ഷെ സ്റ്റിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സിനിമ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവർ മൗത്ത് പബ്ലിസിറ്റി കയറും. അതിന് തിയേറ്ററിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ നല്ല സപ്പോർട്ട് വേണം. അതൊക്കെ പ്രൊഡ്യൂസേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപക്ഷെ ഇപ്പം മനോജ് കെജന്റെ ക്യാരക്ടർ, അതായത് മുഖ്യമന്ത്രിനെ കാണാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ അത്രയേറെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് ഇവിടെ നിന്നല്ല എല്ലാ രാജ്യത്തും എല്ലാ ഭരണകൂടത്തിലും എല്ലാം കാണുന്നതാണ്. എങ്കിൽ പോലും ഈ മാറിയ കാലത്തിലും അതിനൊരു മാറ്റമില്ലാതെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പൊ ഇതിനെ ആ ഒരു ഒരു സബ്ജക്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്? കാരണം ഇപ്പൊ പോസിറ്റീവ് മാത്രമല്ലല്ലോ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ വരാറുള്ളത്, പല സ്ഥലത്തു നിന്ന് നെഗറ്റീവ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ? കാരണം ചില സ്ഥലത്തുനിന്ന് പ്രതികരണം അങ്ങനെ ഒരു, അതായത് മുഖ്യമന്ത്രിയെ കാണാൻ ഇത്ര ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവരുടെ അനുകൂലികൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അത്ര വലിയ പാടാണെന്ന് വെച്ചാൽ, ചിലപ്പോ ഒന്നാമത് നമ്മളെല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ
ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഇരിക്കുന്നത് ആ പാർട്ടിയിലെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മൾ ആ പാർട്ടിയായിട്ട് കുറച്ച് കൂടുതൽ നമുക്ക് ഹെൽപ്പ് ആവും ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ നമുക്ക് മുഖ്യമന്ത്രിനെ കാണണം നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഇതിലൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ, അതിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ അല്ലെങ്കിൽ ഇതിലൊന്നും ഇല്ലാത്ത ഒരാള് ഒരു ദിവസം എനിക്ക് മുഖ്യമന്ത്രിയെ കാണണം, വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് അവരെ കാണണം എന്നല്ലേ ഉദ്ദേശിച്ചത്. അയാൾക്ക് പറയാൻ എന്തോ ഉണ്ടെങ്കിൽ, അയാൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മുഖ്യമന്ത്രിയുടെയോ ഇവിടുത്തെ സിസ്റ്റത്തിന് കുഴപ്പമില്ല. കാരണം 3.25 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഈ 3.25 കോടി ജനങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിനെ കാണുന്ന പറഞ്ഞാൽ അദ്ദേഹം പെട്ടുപോകും, നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു എന്റർടൈൻമെന്റ്, സിനിമയായിട്ട് കാണണം എന്നുള്ളൊരു സാധനമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ നായകൻ അത്രയും എഫർട്ട് എടുത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാലേ ഉള്ളൂ ആ ഒരു സിനിമ ഇമോഷണലി കണക്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു ഭാഗം കൂടിയാണത്. അത് സിനിമയായിട്ട് കാണുക. പിന്നെ ഞാൻ പറഞ്ഞു, സാധാരണക്കാരുടെ ബുദ്ധി ഒരു ഒന്നിലും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് കാണണമെങ്കിൽ അത്ര എളുപ്പമാണോ എന്ന് വെച്ചാൽ എനിക്കത് കറക്റ്റ് അറിയത്തില്ല. അതിന് ഓൺലൈൻ നമുക്ക് പരാതികൾ കൊടുക്കാം. ശരിക്കും അങ്ങനത്തെ സിസ്റ്റം ഉണ്ട്. എല്ലാവരും മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോയി പരാതി പറയില്ല, അത് വർക്കൗട്ടല്ല, അവരുടെ തെറ്റല്ല. പക്ഷെ സിനിമയിൽ കാണിക്കുമ്പോൾ നമ്മളൊരു ഹീറോ സംസാരിക്കുമ്പോൾ CM ആയിട്ടെങ്കിലും സംസാരിച്ചാലാണ് നമ്മൾ ഇത്രയും വലിയ ഇഷ്യൂ നമ്മൾ സംസാരിക്കണം. അത് കേവലം താഴെയുള്ള ഒരാളത്ത് സംസാരിച്ചിട്ട് അങ്ങോട്ട് എത്തുകയെന്ന് പറഞ്ഞാൽ സിനിമാറ്റിക്കിന് ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ബോധപൂർവ്വം ഞാനത് അങ്ങനെ ചെയ്തു. അതൊരിക്കലും നെഗറ്റീവായിട്ടൊന്നുമല്ല. കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരും ഈ സിനിമ കണ്ടിട്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു കമന്റ് നമ്മളത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ജോൺ ചേട്ടാ, ജോൺ ചേട്ടന്റെ അഭിനയത്തില് ശരിക്കും പറഞ്ഞ ജോൺ ചേട്ടന്റെ അഭിനയത്തില് ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു എന്താ പറയാ, നമുക്കൊരു അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ UK-ലുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉദാഹരണമായിട്ട് കാണിക്കാനായിട്ട്, അതായത് മകൻ എല്ലാ പ്രാവശ്യവും തോറ്റു തുന്നമ്പാടി വരുന്ന ആള് ജയിച്ചു എന്നറിയുന്ന ആ നിമിഷം കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് എത്രത്തോളം ഒരു അപ്പന് എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അതിന്റെ 10 ഇരട്ടി ജോൺ ചേട്ടൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ജോൺ ചേട്ടൻ്റെതായിട്ട് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? എന്തായിരുന്നു ആ ഒരു അനുഭവം? കാരണം വെച്ചാൽ ഇത്രയും ഡീപ്പായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്തായിരുന്നു? മെയിനായിട്ടും ഈ പറഞ്ഞ നമ്മുടെ അപ്പനും അമ്മയും ഉണ്ട്, അവർ മരിച്ചുപോയി. അവരുടെ വിഷമം ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ ഇപ്പം വലിയ ഈ പറഞ്ഞ ഇതുപോലുള്ള പിള്ളേരുള്ള എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങന്മാര്, എൻ്റെ ചുറ്റുപാടുകൾ, ഞാൻ ഒരു അപ്പനാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കാണുന്നത് ഈ വിഷമങ്ങളും ഇല്ലായ്മയും നമ്മൾ ഒരു മക്കളൊരു ആഗ്രഹം പറയുന്നത് എന്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ സാധിച്ചു കൊടുക്കുക. കാരണം പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തും നമ്മൾ ചെയ്യും. അപ്പം അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അരുൺ എന്നോട് ഈ സിനിമ ചെയ്യുമ്പോൾ 2 സീൻ എന്നോട് പറഞ്ഞിരുന്നു. ഒന്ന് ഈ ജയിച്ചിട്ടിങ്ങനെ വരുന്ന ഒരു പരിപാടി കാണിച്ചിട്ട് അതൊരു നമ്മൾ എന്നെ നോക്കാം, നമുക്ക് ദൈവം തരും, ആ സമയത്ത് നമുക്ക് ഇതാവുമെന്ന് പറഞ്ഞു. പിന്നെ ഈ വൈഫ് വീഡിയോ കോൾ വരുമല്ലോ, ആ സീൻ ഞാൻ കേട്ടിട്ട് അതിൻ്റെയോടുള്ള, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ കോള് വരുന്നു. ഈ 2 സീനാണ് അരുണ പറഞ്ഞ് വിളിച്ചിട്ടാവുന്നു. ആദ്യത്തെ അരുണ ഞാൻ വെള്ളി എടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കോള് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് മുന്നിക്കുന്നതിനാണ് നോക്കിയിട്ടാണ് അങ്ങനെ ഒരു സാധനം വെക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഹാപ്പി നല്ല കട്ട് ചെയ്ത് പറഞ്ഞാൽ അച്ഛനെ കാണിക്കുന്നത്, അച്ഛൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇപ്പോഴും നമുക്ക് ധൈര്യമായി ഇത് എന്നുള്ള സംഭവം. പിന്നെ മറ്റേ സിനിമ ഈ പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ട് നമുക്ക് വേറെന്നല്ല. പിന്നെ എനിക്ക് സങ്കടങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിരിപ്പിക്കാൻ മോശമൊന്നും ആയിട്ടല്ല, പക്ഷെ എനിക്ക് ചിരിൻ്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും സങ്കടം തന്നെയായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു. അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ളവർ വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ വ്യക്തിയിലേക്ക് തന്നെ കടന്നു കയറ്റുന്ന രീതിയിലാണ് റിവ്യൂ ചെയ്തത്. ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്തെ ഏത് അശ്വിൻ ഗോപിന് പറയാൻ പറ്റും. അതിലും പൊട്ടിക്കറി നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വിൻ ഗോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യന്റെ വികാരം. ആളതിനെ തേച്ചൊട്ടിക്കായിരിക്കും, ഒന്നാലും എനിക്ക് പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് കിടക്കുന്ന ആള്. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക്. കാരണം അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ട് ആരെങ്കിലും പറഞ്ഞു
ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ. ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല. അങ്ങനല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക? അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ അവാർഡ് കിട്ടി, അവാർഡ് കിട്ടി ഒരു സിനിമയ്ക്ക്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ലാതെ അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റിംഗിന്റെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ആ ജമന്തി തോട്ടം അത് റിയൽ ആയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിരുന്നു എന്നുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അത് വെച്ചൊരു മാർക്കറ്റിംഗ് ചെയ്യാതിരുന്നത്? അല്ലാതെ ക്ലൈമാക്സ് അല്ലേ. ഒന്ന് നമ്മളത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു ദിവസം തന്നെ അവിടുത്തെ ലൊക്കേഷൻ ഉൾപ്പെടെ ഭയങ്കര ഒരു ഇതാണ്. പിന്നെ അത്ര ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കറക്റ്റ് വന്ന സമയത്ത് ഈ പൂക്കൾ 4 ദിവസം നിൽക്കത്തുള്ളൂ, മാക്സിമം 3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇതായി പോകും, ആ ഫ്രഷ്നെസ് പോകും. നമുക്ക് അതുപോലെ തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് അതെ, അത് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടിയ ഇതാണ്. പിന്നെ നമ്മള് ഒരു സ്ഥലം ഇത്ര ദിവസത്തേക്ക് അത് ലീസിന് എടുത്തിട്ട് ആ സമയത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എടുത്ത് അങ്ങനെ കുറെ ഇത് ബുദ്ധിമുട്ടിയാണ്. പിന്നെ അത് ക്ലൈമാക്സിന്റെ പഞ്ചായത്ത് ആദ്യം തന്നെ അത് കാണിച്ച അത് ഒരിക്കലും മാർക്കറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ആൾക്കാർ കണ്ടു തുടങ്ങി. ഇപ്പൊ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അത് അങ്ങനെ ഒരു സസ്പെൻസ് ആക്കി വെച്ചത്. ചേട്ടാ ഈ സബ്ജക്ട് ചേട്ടാ ഈ സബ്ജക്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പം ഇഷ്ടങ്ങൾക്ക് പുറകെ പോയിട്ട് കുറെ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ നഷ്ടത്തിലും കുറെ സന്തോഷം കണ്ടെത്താൻ കുറെ പേരുടെ ജീവിതം തന്നെ കാണിക്കുന്നുണ്ട്. അതിലൊരാൾ അങ്ങനെ ഒരു ജീവിതമാണ് ചേട്ടന്റെ ജീവിതം തന്നെ അത് കാണിക്കുന്നത്. ആ കഷ്ടപ്പെട്ടാൽ കണ്ടസ്കോഡ് കിട്ടും. അതെ, അല്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ചരിത്രത്തിൽ ഒരു ഏടായിട്ട് മാറും. കഷ്ടപ്പെടാൻ നമുക്ക് എങ്ങനെ പറ്റും? നമ്മുടെ അല്ലെ, കഷ്ടപ്പെടാതെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടില്ല. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ ജോജുവിന്റെ കാര്യങ്ങൾ പലതും ജോജു പറഞ്ഞു. ഇങ്ങനെ 10-20 വർഷം നടന്നതിന് മുമ്പ് ജോജുവിന്റെ ഒരു യാത്രയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോ പുള്ളി ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിട്ട് മാറി. അപ്പൊ കമൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിക്കുന്നു. അപ്പൊ പുള്ളിയോട് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ്. ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ സിസ്റ്റം അതനുസരിച്ച് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവുള്ള സിസ്റ്റമാണ്. നമ്മുടെ ഇവിടെ നല്ല, കേരളത്തിൽ നല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും നൂലാമാലകളും പ്രശ്നങ്ങളും നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മളിപ്പോ വിജിലൻസ് പൊക്കുന്നു, അവിടെ പൊക്കുന്നു, ഇവിടെ പൊക്കുന്നു, എത്രയോ പേര് നമ്മൾ കാണുന്നു. ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ച് നമ്മൾ കാണും. അപ്പൊ ഇങ്ങനെയുള്ളവര് തന്നെ നമ്മൾ പലയിടത്തും വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇഷ്ടപ്പെട്ടത് നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട് നടക്കും. ചിലർക്ക് അതിന് ഭാഗ്യം ദൈവം കൊടുക്കും, ചിലർക്ക് അത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വിജയം ഒരിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ സിനിമോട്ട് ഓടുന്ന 10 സെക്കൻഡിന് താഴെയുള്ള സമയം നമ്മൾ കാണുന്നു. അദ്ദേഹം എടുക്കുന്ന പ്രയത്നം ആണ് അദ്ദേഹത്തെ ലോക ചാമ്പ്യൻ ആക്കുന്നത്. കാരണം ഏറ്റവും ചുരുങ്ങിയ വാക്കിലേക്ക് പറയാൻ പറ്റും. അതിനകത്ത് ഒരു നല്ല കൃഷിക്കാരനായിട്ടാണ് കൃഷിയിലൂടെ ശരിക്കും പറഞ്ഞ ഒരു ജീവിതം നിലനിർത്താൻ പറ്റും, ഒരു കുടുംബം പോറ്റാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അതിനിടയ്ക്കും ഈ പറഞ്ഞ പോലെ പുതിയൊരാള് വരുമ്പം അവരനുഭവിക്കേണ്ടതായ രീതിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ചെറിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ തന്നെ കേരളത്തിൽ ബുദ്ധിമുട്ട് എന്തൊക്കെ തരത്തിൽ വരുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെ സിനിമ ചർച്ച ചെയ്യണം. ഇതിപ്പോ അരുൺ വൈകി കാണിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീനിയേട്ടൻ പണ്ട് വൃത്തിക്ക് വരവൽപ്പിൽ കാണിച്ചിട്ടുണ്ട്, വെള്ളാനാളുടെ നാടിൽ കാണിച്ചിട്ടുണ്ട്, ദാക്ഷാണി ബിസ്ക്കറ്റ്, വെള്ളാനാളുടെ നാട്, മിഥുനും മറ്റേ വരവേൽപ്പും, വെള്ളാനാളുടെ നാടും, വരവേൽപ്പ് അല്ലെ, 3 പടങ്ങളും ഇത് തന്നെയാണ്. ശ്രീനിയേട്ടന്റെ സ്ക്രിപ്റ്റുകളൊക്കെ അന്നുള്ളത് തന്നെയാണ്. ഇന്നും വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ വന്നതായിട്ട് തോന്നുന്നില്ല. മാറിയാൽ നല്ലത്. അപ്പൊ തന്നെ നമ്മള് നിങ്ങളെല്ലാം വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് ഒരു 10-15 കാറിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10 കാറിൽ 2-3 കാറുകൾ പ്രായമുള്ളവരാണ് ഓടിക്കുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട്, മക്കൾ എവിടെയാണ് പലരുടെയും നമുക്ക് പരിചയമുള്ള പല ആൾക്കാരുടെയും മക്കളും അല്ലെന്നുണ്ടെങ്കിൽ അനുബന്ധപ്പെട്ട റിലേറ്റീവ്സ് ഒക്കെ കുറെ പേര് ജർമ്മനി, കുറെ പേര് UK, ഗൾഫ്, മികച്ച സാമ്പത്തിക വ്യവസ്ഥയോടെ ഉള്ളതുകൊണ്ടായിരിക്കും. അതല്ലാതെ നമ്മൾ ഇവിടെ കുറച്ച് സംരംഭങ്ങൾ തുടങ്ങാൻ ഗവൺമെന്റ് ബാക്കി എല്ലാവരും കുറച്ച് പിടിവാശികളും കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു.
ചേട്ടാ ഇവിടെ ജോലി ചേട്ടാ ഇപ്പം അപ്പൻ റോളുകൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ആ ഒരു സ്ഥാനത്ത് നിന്നിട്ട് കേരളത്തിലെ യുവാക്കൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? ഇങ്ങനെ പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുറത്തു പോയാൽ രക്ഷപ്പെടും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. എവിടെ ആയാലും ഹാർഡ് വർക്ക് ചെയ്യുക. എന്തിനാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി ഉണ്ടാവും? നമ്മൾ എന്തിനാ പോകുന്നത്? അതിനെ എയിം വെച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ എത്തിപ്പെടാൻ പ്രയത്നിക്കുക, പ്രാർത്ഥിക്കുക. അതാണ് ഞാൻ എന്ത് പറയാനാണ്. അല്ല, കാരണം ഇപ്പൊ എല്ലാരും ഇപ്പം എഞ്ചിനീയർ ആയാലും ഇന്ന പോലെ, ഡോക്ടർ ആയ ഇന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ബേസിക്കലി എല്ലാവരും വെളിയിലോട്ട് പോകുന്ന നാട്ടിലെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും. ഇപ്പം ഒരു ജോലിക്ക് കയറിയാൽ മാക്സിമം പോയാൽ 10-30 രൂപ കഷ്ടിച്ച് കിട്ടും. പക്ഷെ പുറത്ത് പോയാൽ ചിലപ്പം 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പം ഫാമിലിയുടെ കാര്യങ്ങൾ തന്നെ മാറും. പക്ഷെ അവരത് തിരിച്ചു വരാറില്ല. അവിടെ തന്നെ സെറ്റിൽ ആവുക, അവിടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളൊരു ലെവലിലേക്കാണ് പോകുന്നത്. അപ്പം ഇനിയുള്ള തലമുറയായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരും ഉണ്ടാവത്തില്ല എന്നൊരു മെസ്സേജ് അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ കേരളം ഫേസ് ചെയ്യുന്നത്? കേരളം, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇവിടുന്ന് അവിടെ പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പൊ ഒരു കുട്ടി അവിടെ നേഴ്സാണ്. അവൾ ഇവിടുത്തെ ഒരു കൊള്ളാവുന്ന ഒരു IT-കാരനെ ഒരു കല്യാണം കഴിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ പോയി പെർമനന്റ് വിസയാവും, അവർക്ക് വീടാവും, സിറ്റിസൺ ആവും. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു വീട് മേടിക്കും. പിന്നെ ആ വീട് ലോൺ അടച്ചതിന് മിനിമം ഒരു 55 വയസ്സാവും. അപ്പോഴേക്കും 3-4 പിള്ളേരൊക്കെ ആവും. അവരുടെ പഠിപ്പിന് പിന്നെ 2 പേരെ പറ്റുമെങ്കിൽ വീട്ടിൽ കൊണ്ട് വല്യമ്മച്ചനെയും വല്യമ്മനെയും കൊണ്ടൊക്കെ ആക്കും. അപ്പോൾ അവർക്ക് ഒരു അവസാനം ആരംഭി കുട്ടികൊണ്ട് സ്കൂളിൽ വിടുക. ഇങ്ങനെ ഒരു മൊത്തത്തിലൊരു, ഞാൻ പറഞ്ഞില്ല, ഒരു സൈക്കിളിങ്ങാണ് നടക്കുന്നത്. അത് നമുക്കൊരിക്കലും എന്താ പറയുക, നമ്മുടെ ഇതായി പോയി. അത് ആസ്വദിക്കുന്നവരുണ്ടാകും. അല്ലാതെ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും പേർക്ക് ഇവിടെ ജോലി കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനോട്, അതാണ് പറഞ്ഞ, ആ രീതിയിലേക്ക് നമ്മുടെ മൊത്തത്തിൽ കാര്യങ്ങൾ വളരണം. ആ രീതിയിലേക്കുള്ള വളർച്ചയിലേക്ക് നമ്മുടെ നാട് എത്തണം. അതിനുള്ള യാത്രയിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, എത്തിയാൽ നമുക്ക് നിൽക്കാൻ പറ്റും. ഇവിടെ വിട്ട് പോകണമെന്ന് എന്തായാലും നമ്മൾ നാട് വിട്ടു പോയി, ഇവിടെ ഒന്നും വേണ്ട, ശരിയാവില്ലെന്ന് ഞാൻ ആരും പോകുന്നവരുണ്ടല്ല. അവിടെ ചെന്നാലും ബെറ്റർ സൗകര്യം, നല്ല സാലറി, നമ്മൾ ഒരാൾ പോയി, പണ്ടൊക്കെ പറഞ്ഞാൽ ഒരു ഗൾഫിലേക്ക് ഒരാൾ പോകുമ്പോൾ 2-3 പെങ്ങന്മാരുണ്ടാവും, അവരെ കെട്ടിച്ചേക്കണം, അനിയന്മാരെ പഠിപ്പിക്കണം, അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളായിട്ടാണ് ഒരൊറ്റ ഒരാളാണ് പോയിട്ടൊരു വീട് രക്ഷിക്കുന്നത്, ഇല്ലേ? അങ്ങനെ ഇന്ന് അങ്ങനല്ല. ഇന്ന് 2 പേരെ ഉള്ളെങ്കിലും 2 പേരെ വിടുക. ഈ പണ്ടൊക്കെ നമ്മൾ പറയാറില്ല, ഒരു ചേട്ടനുണ്ട്, ജോസൂട്ടി എന്തായാലും ഇറങ്ങുന്ന അറിയാം, 3 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചു, മറ്റേ ഡ്രൈവറാ, എന്നിട്ട് പോലും അവൻ ഇതെല്ലാം ചെയ്തെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷെ ഇപ്പൊ എങ്ങനെ? ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ 2 അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടാവും, എന്നാലും 2 പേരെ പുറത്തോട്ട് വിടും. നമ്മളൊന്നും വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് അന്നൊക്കെ, അല്ലേ, ഓരോരുത്തർ പുറത്ത്. ഇന്നൊക്കെ മാർഗം ഉണ്ടെങ്കിൽ എല്ലാവരും പുറത്തു പോയാൽ മതി നിങ്ങൾ തീരുമാനിച്ചേക്കുക. അതിന്റെ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് സത്യം ഞാൻ തുറന്നു പറയാം, എനിക്ക് ഇവിടെ നിൽക്കാൻ നല്ല താല്പര്യം. പിന്നെ ഒരിക്കലും പിള്ളേർ അവിടെ പോയി പഠിക്കരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ പോയി നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിച്ചോ, പക്ഷെ അവർ പഠിച്ചതിന്റെ ഗുണം കിട്ടേണ്ടത് നമ്മുടെ നാടിന്. അവരിവിടെ വന്ന് നല്ല ഉദ്യോഗം ചെയ്യണം. ആ ഇത് വെച്ചിട്ടല്ലേ? അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള സിനിമകള് പ്രൊഡ്യൂസർ തന്നെ കാശ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ആളെ കയറ്റുന്നു എന്നുള്ള രീതിയിൽ ഒരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇങ്ങനെയുള്ള നിലവിൽ ഇങ്ങനെ സാധിക്കുമോ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് തന്നെ മുഴുവനും ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ പിന്നെ ആള് സിനിമ എടുക്കുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ല, ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല. ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായതായിട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷെ ചില കാര്യങ്ങളുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ, ഞാൻ 95 സിനിമ എടുത്ത ആളാണ്. 95 മുതൽ ഒരു ഗ്യാപ്പിട്ടിട്ട് സിനിമയിൽ വന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട്, ചില പ്രൊമോഷന്റെ ഭാഗമായിട്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് ഒരു കൺസെപ്റ്റ് കൊടുത്തിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ അത് കണ്ടതാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ എല്ലാവരും കാണണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച്, ഞാൻ പ്രൊഡ്യൂസേഴ്സിലൂടെ ഞങ്ങൾ 3 പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അൻ, സജീവ്, ഞാൻ. ഞങ്ങൾ വലിയകാല സുഹൃത്തുക്കളാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ ഇതിന്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൊമേഴ്സ്യലി ചിലപ്പോൾ ഇത് വയബിൾ ആകുമോ എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെ ആവില്ല. എന്നാലും ഒരു സതുദ്ദേശം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊടുത്തിട്ട് അതിൽ ഒരു കുറച്ച് കോംപ്ലിമെന്ററി ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഞങ്ങൾ കൊടുത്തിരുന്നു.
അപ്പൊ എല്ലാവരും ഈ സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ടിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് സിനിമ കണ്ടു. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. രക്ഷാധികാരി ബൈജുവും ഞാൻ അതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം അതിലും ഇതുപോലെ ഇത് കിട്ടിയെങ്കിലും അതിലും വലിയ ഒരു എനിക്കൊരു ഈ സിനിമയിലൂടെ എനിക്കൊരു സന്തോഷമുണ്ടായി. അതായത് ഏതല്ല, ഞാനൊരു 3-4 തിയേറ്ററുകളിൽ ഈ സിനിമ ആളുകളോടൊപ്പം ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷെ ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ തിയേറ്ററുകളിലും സിനിമ കഴിയുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച ഒരു അനുഭവം ഉണ്ടായി. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഷോ നടത്തി. പൊളിറ്റിക്കൽ ഫിഗേഴ്സും അവിടുത്തെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഏരീസ് പ്ലക്സിൽ. ഇതേ അനുഭവമായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് കൈ തന്നു, വെൽ ഡൺ, നല്ലൊരു ജോബ് എന്നുള്ള രീതിയിൽ ആ ഒരു അപ്രീഷിയേഷൻ പണത്തെക്കാൾ ഉപരിയാണ്. അതുപോലെ ഇവിടെ വരുന്ന കോൾസ് പുറത്തുനിന്നും എല്ലായിടത്തും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കോൾസ് വരാറുണ്ട്. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. നമ്മൾ പണ്ട് പേരുകൾ ഇടുമ്പോൾ എനിക്ക് എന്താണ് അതിന്റെ ഇഷ്യൂ ആയത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താണ് ജാനകി എന്നുള്ള പേര്, അല്ലാതെ സീതാദേവിയുടെ പേരായതുകൊണ്ടാണ് അല്ലേ? അപ്പം നമ്മൾ പണ്ട് പോലെ നമുക്കറിയാം, ഇപ്പം എല്ലാ മതത്തിലും ഈ ദൈവങ്ങളുടെയോ പുണ്യാക്കന്മാരുടെയൊക്കെ പേരായിരിക്കും ഇടുക അല്ലേ? ഇപ്പോൾ ഇവിടെ എല്ലാം അല്ലേ, മേരി, ഈശോ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. ക്രിസ്ത്യനില്ല, മറ്റേ ഉണ്ണികൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ഉണ്ട്. എനിക്കൊന്ന് മലയാളത്തിൽ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളിലും, ലാലേട്ടനായാലും മമ്മൂക്കയായാലും ചെയ്തേക്കുന്ന എല്ലാ വേഷങ്ങളിലും ഒരു ദൈവത്തിൻ്റെ പേര് തന്നെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആളുകളുടെ പേര് തന്നെ. ഞാനും ഒരു ദൈവത്തിൽ ജോണോ ജോഡി എന്നൊക്കെ ആയിരിക്കും, ഫ്രാൻസിസ് എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. അപ്പോൾ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യം ഭയങ്കര കുഴപ്പമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ബിജു, അരുൺ, റോണി, അങ്ങനെയുള്ള പേരുകളുണ്ടല്ലോ. അങ്ങനെ പേരുകൾക്ക് വേണ്ടി ഒരു സൈറ്റിനെ തുടങ്ങും. ഇവരുടെ ഒന്നും അല്ലാത്ത പേരുകൾ, സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പേരുകൾ എന്ന് പറഞ്ഞൊരു സൈറ്റ് തുടങ്ങും. നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, ക്യാൻസർ വന്നു വെച്ചിട്ട് എങ്ങനെയാണ് ചോദിച്ചാൽ എന്താ പറയുക, ഒന്നേ കീമോ ചെയ്യണം, അല്ലെ കരിക്കണം, അല്ലെ മരിക്കണം, അത്രയേ ഉള്ളൂ. അനുഭവിക്കുക, വേറൊന്നും പറയാതിരിക്കില്ല, ചിന്തിക്കുക, പ്രതികരിക്കുക, അല്ല എന്നാ പറയണം. പക്ഷെ അവർ തന്നെ ആരായാലും ആരായാലും വലിയ പ്രതികരിക്കുന്നത് തന്നെ ചിന്തിക്കണം. അല്ലെങ്കിൽ ഇത് വലിയ കുഴപ്പമല്ലേ, ഭയങ്കര വെള്ളത്തരമല്ലേ. എന്തായാലും അരുണും റോണിയൊക്കെ സേഫാ. ഓക്കെ. ചേട്ടൻ പറഞ്ഞല്ലേ, ഒരു സീനിയർ ഇവിടെ തൃശ്ശൂരുണ്ടായിരുന്ന ഡോക്ടർ പ്രവീൺ നമ്മളുടെ പേര്. പുള്ളിയുടെ വീട്ടിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളോട് പോയി കഴിഞ്ഞപ്പോൾ പട്ടി കിടന്ന് ഭയങ്കര പോരാ, അതിനുശേഷം പട്ടി കിടന്ന് ഭയങ്കര പോരാ. പുള്ളി കൊങ്കണിയാണ്. പുള്ളി വന്നിട്ട് എന്തോ പട്ടിയെടുത്ത് പറഞ്ഞു, മറ്റേ രണ്ടു തവണ പറഞ്ഞു. അപ്പൊ പട്ടി കുറെ നിർത്തുന്നില്ല. അപ്പൊ പുള്ളി ആകെ ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നു, പുള്ളി പട്ടി കുറെ നിർത്തുന്നില്ല. പുള്ളിയുടെ അച്ഛനോട്ട് വന്നു. ഇവര് തമ്മിൽ വീണ്ടും കൊങ്കണി സംസാരിച്ചു. എന്തോ സംസാരിക്കുന്നത് പറഞ്ഞോണ്ടിരിക്കുക. നമ്മുടെ പ്രവീണിന്റെ ഫാദർ പെട്ടെന്ന് വെച്ചാല് റോണി നിർത്തി. ആ പട്ടിയുടെ പേര് റോണി എന്നായിരുന്നു, മനസ്സിലായി. അപ്പോ റോണിക്ക് ഡേഞ്ചറാ, റോണി പിച്ചു സേഫ് ഒന്നുമല്ല, റോണിയൊക്കെ ഡേഞ്ചറാ. റോണി, റോക്കി, ടിപ്പു ഒരു അല്ല പറഞ്ഞത്, പേരിലൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോ ചില പ്രാവുകളൊക്കെ ഞാൻ എന്റെ സുഹൃത്തിന്റെ ഒരു പ്രാവിനെ ജാനകി കേട്ടിട്ടുണ്ട്, മസക്കലി കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളിത് ഇങ്ങനെ അയക്കുന്ന സീതാദേവിയുടെ പേര് ജാനകി എന്നുള്ള പേര് ഇടാൻ പാടില്ല, അപര്യായങ്ങൾ ഇടാൻ പാടില്ല. നമ്മളിപ്പോ എന്താ ജോണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കരിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജോണിച്ചേട്ടൻ പറയണ്ടല്ലോ. വെറുതെ വളച്ചൊടിക്കില്ലേ, നിനക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങളും പറഞ്ഞു മാറ്റി. നിങ്ങൾ എപ്പോഴും ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ 60 പേര് വരും, ഇത് 2 പേര് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. മോനാണ് ശരിക്കും പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിക് ഒക്കെ റെഡിയാക്കുന്നത്, അല്ലെങ്കിൽ അറിയാമാനിരിക്കുക. 2 പേര് ചോദിക്കും, നിങ്ങൾ ആരും ഒരു ചോദ്യം ചോദിക്കില്ല.
സ്ക്രിപ്റ്റ് ഒരു ചോദ്യം. ഓരോ കേരളീയനും ഓരോ ഭാരതീയനും കാണാൻ ഇഷ്ടപ്പെടുന്ന, സ്വപ്നത്തിൽ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് സീനും ഇൻട്രോ സീനും അത് തന്നെയായിരുന്നു. ആ തോട്ടിലേക്ക് എങ്ങനെയാണ് വന്നത്? അല്ല, നമ്മള് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് പറയുമ്പോൾ നമ്മളൊരു ഫാമിലിയിൽ ഒരു അപ്പൻ മകൻ്റെ അടുത്ത് കഥ പറഞ്ഞു തുടങ്ങി ഒരു വീട്ടിൽ നിന്ന് ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മുടെ സബ്ജക്ട് എത്തുന്നത്. അറിയാലോ, ടോണി എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്. അയാൾക്ക് അറിയാവുന്ന ആകെയുള്ള കാര്യം എന്റെ അപ്പനെ കൊണ്ട് എന്റെ ആഗ്രഹം സമ്മതിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാമായി എന്നാണ് ആ ക്യാരക്ടർ ചിന്തിക്കുന്നത്. പക്ഷെ അയാൾ ചിലപ്പോ അപ്പൻ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ പുറത്തോട്ട് വിടാൻ നിർബന്ധിക്കുന്നത് ആളുടെ എക്സ്പീരിയൻസ് ആണ് ലൈഫിലെ. ഇവിടെ ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഈ പ്രശ്നങ്ങളൊന്നും നേരിടാനുള്ള കഴിവ് എനിക്കില്ല എന്നുള്ള ഉൾബോധ്യം പുള്ളിക്ക് നേരത്തെ ഉള്ളതുകൊണ്ടായിരിക്കും അവൻ അവിടെ പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ച് അവന്റെ ഇഷ്ടം അപ്പൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ എല്ലാമായെന്നൊരു തോന്നലാണ്. അവിടെ നിന്ന് അവനവന്റെ സുഹൃത്തുക്കളും കൂടി ഇതുപോലത്തെ ഒരു സംരംഭം, നേരത്തെ പറഞ്ഞ വരവേൽപ്പായാലും ഒരുപാട് സിനിമകളുണ്ട്. എല്ലാവരും മോശക്കാരാണെന്നല്ല പറഞ്ഞത്. ഇന്നലെ നമ്മുടെ മുൻ MP ശ്രീ AM ആരിഫ് ഒരു പോസ്റ്റ് ഇട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പല ട്രേഡ് യൂണിയനുകൾ, പല ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജനറലൈസ് ചെയ്യാനുള്ള. അപ്പോ ആ കാര്യങ്ങൾ അവൻ പിന്നീട് അറിയണത്. പക്ഷെ അത് അവൻ എഫർട്ട് എടുത്ത് അതിനെ മറികടന്ന് അപ്പൊ അപ്പൻ പറയുകയാണ് ഈ ചെങ്കറപ്പുള്ളവനാണെങ്കിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്നുള്ളത് അവന് പ്രതികരിക്കാൻ തോന്നണം. അതിന്റെ ക്ലൈമാക്സ് തൊട്ട് തന്നെ CM വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ശബ്ദം ഒരുപാട് പേര് ശബ്ദമാകുമ്പോൾ തീരുമാനം ഉണ്ടാവും. ആ തീരുമാനം വളരെ പോസിറ്റീവായിട്ട് കാണിച്ചാലേ നിങ്ങൾക്ക് ഒരു പടം തീർന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇതാണല്ലോ. അതുകൊണ്ടാണ് അങ്ങനത്തെ തോട്ടിലേക്ക്. ഞാൻ ഉദ്ദേശിച്ചത് 3 മുന്നണികളും ഒരുമിച്ച് വരുന്ന ഒരു സീനാണ് ഉദ്ദേശിച്ചത്. 3 മുന്നണികളും ഒരു പൊതു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വരുന്ന ഒരു സീൻ. അത് നമ്മൾ സ്വപ്നത്തിൽ പ്രതീക്ഷിക്കുന്ന മാത്രമായ ഒരു സീനാണ്. ആക്ച്വലി മൈഗ്രേഷനേക്കാൾ കൂടുതൽ നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു തോട്ടിനായിരുന്നില്ലേ? ഉറപ്പായിട്ടും അങ്ങനെ നിന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അവര് 3 പേരും ഒന്നും ഒരുമിച്ച് നിന്നിട്ടില്ലെന്നുള്ളത്. ഇവിടെ പ്രളയം സംഭവിച്ചു അല്ലെങ്കിൽ കോവിഡ് സംഭവിച്ചു, ആ സമയത്ത് അതിന്റെ ആദ്യത്തെ സമയങ്ങളൊന്നും ഒരു മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു ജാതി മതം ഉണ്ടായിട്ടുള്ള ഒരു അമ്പലങ്ങളിൽ മുസ്ലിംസ് ആയിട്ടുള്ള സഹോദരങ്ങള് അവിടെ പോയി താമസിക്കണം. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ ശ്രീ പിണറായി വിജയൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മളെല്ലാം കൂടി ഇറങ്ങുമല്ലേ എന്ന് ചോദിച്ചൊരു ഡയലോഗ് ഉണ്ട്, വളരെ പ്രസക്തമാണ്. ചെളി പോലെ അന്ന് ഒരു പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ആ ഒരു തോട്ടാണ് ഞാൻ എടുത്തത്. ഒരു ഇഷ്യൂ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും മലയാളികൾ. പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് അതിനെ വേർതിരിക്കലും കാര്യങ്ങളുണ്ടായത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ മഹാമാരിയായിട്ട് തന്നെയാണ് നമ്മൾ ആ പടത്തിൽ പ്രസന്റ് ചെയ്തത്. അപ്പോൾ എല്ലാവരും അത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവിടെ കോവിഡ് പ്രളയം സംഭവിച്ചപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു, അതുപോലത്തെ ഒരു മഹാമാരി കൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പഠിച്ചത് BSc ഫിസിക്സ് ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെ ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് അതിലെങ്ങനെ എസ്റ്റാബ്ലിഷ് ആവും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. പക്ഷെ എനിക്കറിയാവുന്ന പലരുമുണ്ട്, അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റാതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് അനുസരിച്ച് വഴങ്ങുന്ന കുറെ കുട്ടികൾ ഞങ്ങളുടെ ജനറേഷനിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു പോപ്പുലേഷനെയാണ് നമ്മൾ ആ സിനിമയിൽ ആ യൂത്തിനെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അതായത് സ്വന്തം കാലിൽ നിന്ന് അവരിഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷൻ ചെയ്ത് അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. പക്ഷെ കുറച്ച് സത്യം പറഞ്ഞാൽ മിസ്കൺസെപ്ഷൻസ്, പുറത്തു പോയാൽ രക്ഷപ്പെടുള്ളൂ എന്ന് കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അങ്ങനെയല്ല, പുറത്തു പോയാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്നല്ല. പുറത്തു പോയി രക്ഷപ്പെട്ടവരുണ്ടാവാം, രക്ഷപ്പെടാത്തവരുമുണ്ട്. ആ ഒരു റിയാലിറ്റിയാണ് നമ്മൾ ആക്ച്വലി ആ സിനിമയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു യൂത്തിന് ആ ഒരു റിയാലിറ്റി ചെക്ക് ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പ് സ്റ്റാറ്റസും അതിൽ കാണുന്ന പോസ്റ്റിലോ ഫോട്ടോസിലോ അതല്ല സത്യം, അതല്ല യാഥാർത്ഥ്യം. അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും. പക്ഷെ അത് പലരും പുറത്ത് പറയാത്തതാവാം. പക്ഷെ ഇപ്പോഴത്തെ പല കുട്ടികളും അവരുടെ ഇൻസ്റ്റാഗ്രാം പടങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഭയങ്കര ജോളി, ഭയങ്കര ഫൺ, എന്റർടൈൻമെന്റ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷന്റെ പുറത്ത് പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് എനിക്ക് തോന്നുന്നു ആ യൂത്ത് എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇല്ല, എനിക്കിത് ഒരു സിറ്റുവേഷൻ വന്നതാണ്. US ഇതേപോലെ ഞാനൊരു ഡാൻസറാണ്.
അപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാനായിട്ട് ഒരു ഡാൻസ് ഇൻസ്ട്രക്ടറായിട്ട് എനിക്കൊരു ഓഫർ വന്നു. പക്ഷെ ആ സമയത്താണ് ഞാൻ UK ഓഡിഷൻ കൊടുത്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഐറണിയാണ്. ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടറും എൻ്റെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. സോ കിട്ടിയാലും ഞാൻ പോവുമായിരിക്കാം, പക്ഷെ ഞാൻ അവിടെ അങ്ങനെ സെറ്റിൽ ആവാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുകയാണ് നിങ്ങളത് മോസിയുടെ ഫസ്റ്റ് പ്രസ് മീറ്റ് ആണ്. അപ്പൊ എന്റെ അടുത്ത് വന്നപ്പോ തന്നെ അനുഗ്രഹിക്കണം, എന്റെ ആദ്യത്തെ പ്രസ് മീറ്റ് ആണ്. അപ്പൊ നിങ്ങൾ മോസിയോട് എന്തെങ്കിലും ചോദിക്കണം എന്ന് പറയാനിരിക്കുന്നു. മോസി പറഞ്ഞു. അല്ല, എനിക്ക് ഇതേപോലെ 2019 കൊറോണക്ക് മുന്നേ ഒരു നല്ല ഓഫർ വന്നതാ UK-ലോട്ട്. അവിടെ ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവനോട് പറഞ്ഞാ ഒന്നും നോക്കണ്ട, നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ പൊളിക്കാന്നും പറഞ്ഞിട്ടാണ് അവൻ എന്നെ വിളിച്ചത്. പക്ഷെ സിനിമയായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ 2017 ക്യൂവിന് ഇറങ്ങി. പിന്നെ 2019 മുതൽ നമ്മൾ ഞാനും അശ്വിനും അനുരാഗം എന്ന് പറഞ്ഞൊരു സിനിമയുടെ പരിപാടിയിലായിരുന്നു. ആ സിനിമ 2020 സംഭവിക്കേണ്ടതായിരുന്നു, അത് 2023 പിന്നെ റിലീസായിരുന്നു. പിന്നെ എനിക്ക് പുറത്തോട്ട് പോകാൻ ഒരാഗ്രഹമില്ല. എനിക്ക് ഇവിടെ നിന്നാൽ മതി. എനിക്കിപ്പോ എന്താ പറയാ, ഞാൻ എൻ്റെ 18, 19 എത്ര ഇടവേണമെങ്കിലും ഞാൻ ശ്രമിച്ച അവസാനം ഒരു ഇവിടെ ഒരു രക്ഷയില്ല എന്ന ഓപ്ഷൻ വന്നാൽ ഞാൻ അവസാനം ഓക്കെ എന്നാ പിന്നെ അവിടെ പോയാലേ രക്ഷയുള്ളൂ എന്ന മൊമെന്റിലേ ഞാൻ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. ഇപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പം ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ലാഭം കിട്ടുക എന്നൊരു ബിസിനസ് ഭാഗം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ സിനിമ വിജയിക്കാൻ തോൽക്കാം എന്ത് വേണം. ഇവിടെ ഇതേപോലത്തെ സബ്ജക്റ്റുകളാണ് പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിക്കേണ്ടത് എന്നൊരു കാര്യമുണ്ട്. ഇതേപോലത്തെ സബ്ജക്റ്റുകളാണ് കൂടുതൽ ചെയ്യാൻ താല്പര്യം, ഒരു കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റിനുള്ളിൽ കൂടുതൽ. തീർച്ചയായിട്ടും ഞാനത് ഇതിനു മുമ്പ് കിടന്ന പല ഇന്റർവ്യൂവിലും ഞാനത് പറഞ്ഞു. ഒരു സിനിമ എന്ന് പറയുന്നത് അതൊരു ശരി, ഓഫ്കോഴ്സ് ഇതൊരു ബിസിനസ് ആണെന്ന് ഞാൻ പറയില്ല. നമ്മൾ മുടക്കുന്ന മുതൽ തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കും. അതിലുപരി നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് പ്രൊഡക്റ്റ് ആയാലോ അല്ലെങ്കിൽ സിനിമയാവുമ്പോൾ അത് കണ്ടിട്ട് ആളുകൾ നല്ലത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം അതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനത് വളരെ മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ്. സിനിമ ഒരു ബിസിനസ്സായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ 2017 രക്ഷാധികാരി ബൈജു ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു ഒരു സബ്ജക്റ്റ്. അപ്പം അതാണ് സിനിമയായത്. അപ്പം ഇതിലൊരു അഫ്കോഴ്സ് ഫൈനാൻഷ്യൽ ഇതുണ്ട് തീർച്ചയായും. അതുകൊണ്ടാണല്ലോ അതൊരു കൊമേഴ്സ്യൽ രീതിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്ററി ആയിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാ കൊമേഴ്സ്യൽ ചെരുവുകളും കൂടി ചേർത്ത് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. എൻ്റെ മോള് UK-ലാകട്ടോ, ഞാൻ അവളോടൊരു വീഡിയോ ഒക്കെ എടുത്തിടാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. കാരണം അവളവിടെ ഹാപ്പിയാണെന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം ഞാനീ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളിലും ഇപ്പം ഇവിടെ എന്തുകൊണ്ടൊരു ഇത് കണ്ടെത്തിക്കൂടാന്ന് പറഞ്ഞപ്പം മനോരമയുടെ ഇന്നോവേറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് കണ്ടെത്തിയ പിള്ളേർ 21 ജോഡി ഓർമ്മയില്ലേ, ഒരു 3 പിള്ളേർ, അവർ 21 വയസ്സുള്ള 3 പിള്ളേർ ചേർന്ന് അവർ പ്രൊഡക്റ്റ് കണ്ടെത്തി. ഫുൾവേ എന്നാണ് അൽവ, കോഴിക്കോടൻ അൽവ വെച്ചിട്ട് അവർ ഫുൾവേ ആക്കിയിട്ട് അത് വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്ത് അവർ ഭയങ്കര സക്സസ്ഫുൾ ആണ്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പാക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊതി വരും. നമുക്കൊരു സാമ്പിളൊക്കെ തന്നു. ഞങ്ങൾ അവരുമായിട്ട് ഈ കൺസെപ്റ്റുമായിട്ട് ചേർന്നുകൊണ്ട് അവരുമായിട്ട് ചേർന്ന് നമ്മൾ ഗ്രൗണ്ട് ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു. അതിപ്പോൾ എപ്പിസോഡുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേർ 21 വയസ്സ് 22 വയസ്സുള്ള പിള്ളേരാണ് നല്ല ഐഡിയാസ് കണ്ടെത്തി. ഇതുപോലെ അവർ ഈ പ്രായത്തിൽ തന്നെ ഒരു മില്യനേഴ്സാണ്. പിന്നെ വേസ്റ്റ് പ്രൊഡക്റ്റിൽ നിന്നും ഒരു കൺസെപ്റ്റ്, അങ്ങനെ കുറേ 10-20 കൺസെപ്റ്റുകൾ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അത് അവർക്ക് മനോരമ എന്തൊക്കെയോ ലോൺസും അത് അല്ലാതെ സഹായങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇവിടെ ഡെഫിനറ്റ്ലി ഇവിടെ സാധ്യതകളുണ്ട്, നമ്മളത് കണ്ടെത്തണം എന്നുള്ളതാണ്. ഇപ്പൊ പൂവിന്റെ ഒരു സംഭവം നമ്മളതൊരു സിംബോളിക്കായിട്ട് പറയുന്നൊരു കാര്യമാണ്. അല്ലാതെ നാളെ എല്ലാവരും ചെറുപ്പക്കാരെല്ലാം കൂടെ കൃഷി നടത്തി ഇപ്പൊ കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുന്ന നടക്കത്തില്ല. അതൊരു സിംബോളിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ്. പിന്നെ ഈ ശമ്പളത്തിന്റെ കാര്യം എൻ്റെ മോക്ക് അവള് പറയുന്നുണ്ട്, അവൾക്ക് 4-5 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്, പക്ഷെ 1 രൂപ സേവ് ചെയ്യാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ആർക്കും അറിയാത്തൊരു റിയാലിറ്റിയാണ്. നമുക്ക് ഇവിടെ ഒരു 60,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അത് ഈക്വലൻ ടു 5 lakhs in UK. നല്ല കൊള്ളാവുന്ന ഒരു ചെറിയ റൂം, അതിൻ്റെ വാടക, പിന്നെ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, ഭക്ഷണം, ഇതെല്ലാം കഴിച്ചു വരുമ്പോൾ 1 രൂപ സേവ് ചെയ്യാൻ കാണത്തില്ല. പിന്നെ എന്തിനാ പോകുന്നത്? അപ്പം അതൊക്കെ നമ്മൾ അവയർനെസ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞ മീഡിയാസ് അവയർനെസ് കൊടുക്കണം.
ഇതൊരു അവിടുത്തെ എന്തോ മോൻ യു കെയിലാണ്, മോള് യു കെയിലാണെന്ന് പറയുന്നതിന്റെ ഒരു സംഭവം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ 20 വർഷം ഗൾഫിൽ ജോലി ചെയ്തതാണ്. പക്ഷെ ആ കാലത്ത് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കറൻസി വാല്യൂ അവിടുത്തെ നോക്കുമ്പം അന്ന് ഞാൻ പറയാം, ഞാൻ 20 വർഷം ജോലി ചെയ്തിട്ട് ഞാൻ നല്ല രീതിയിൽ ഞാൻ സമ്പാദിച്ചു. അപ്പോൾ എൻ്റെ ഫാമിലി എല്ലാ രീതിയിലും രക്ഷപ്പെടുക്കുക. അപ്പം അത് അന്ന് നടന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ സാധ്യതകൾ കണ്ടെത്തണം, അവരുടെയൊക്കെ കഴിവുകൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കണമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പോൾ അത് നന്നായിട്ട് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും മീഡിയാസ് എന്നുള്ള രീതിയിൽ ഈ ഒരു സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാനത് അരുണിൻ്റെ അടുത്തും പറഞ്ഞത് ആ ഒരു ഇതായിരിക്കും, മെസ്സേജ് ആയിരിക്കണം നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഓക്കെ ഒറ്റ സീൻ കൊണ്ട് വർക്കാകണം, ഇല്ലെങ്കിൽ ചീറ്റി പോകും യു കെ ഓക്കെ ഇല്ലേ. അപ്പൊ അവിടെ ഇത് അത് അതിന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിമർശനങ്ങളൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞു. എന്നെയൊക്കെ നല്ലപോലെ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് ഞാൻ, എനിക്കിഷ്ടമാണ്. പക്ഷെ അതൊരു വല്ലാതാവരുത്, ഒരു വൈകൃതമാവരുത്, മാനസിക വൈകൃതമാവരുത് വിമർശനം എന്നാണ് എനിക്കത്. നമ്മളൊരു വല്ലാണ്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്നത്. എന്ത് സുഖമായിരുന്നു കിട്ടുന്നത്. നിങ്ങളെല്ലാവരും സിനിമ ഉണ്ടാണോ ഇരിക്കണം? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട്. നിങ്ങൾക്ക് ആ സീൻ എന്താ തോന്നി? അതെ, ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ചോദിച്ചോ അത് തിരിച്ചു ചോദിക്കാം. നിങ്ങൾ ഇത്രയും പേര് സിനിമ കണ്ടതില് മീനാക്ഷി ആ CM കാര്യം ഈ സിനിമയിൽ ഞാൻ കണ്ട 99% ഓഡിയൻസും ആ സീനിൽ ഈ കഴിഞ്ഞ ദിവസം ആളുടെ പേരുകളല്ല, അദ്ദേഹം വരുന്ന എന്റെ മുന്നിൽ നിന്ന് കരയുന്നുണ്ട്. അത്രയും ലെജൻഡ് ആയിട്ടുള്ള ഡയറക്ടർ ആ സീനല്ലേ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്ത്. അതെ, പിന്നെ ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ആ സീൻ ഇത്രയും നിങ്ങൾ മീഡിയാസിൽ ഇത്രയും നിങ്ങൾ സിനിമേനെയൊക്കെ കാണാൻ എനിക്കറിയാം, കുറച്ച് ക്രിഞ്ച് സാധനങ്ങൾ ക്രിഞ്ചായിട്ട് കാണുന്ന ആൾക്കാരാണ്. അത്രയും നിങ്ങൾക്ക് ആ സിനിമയിൽ ആ സീക്വൻസ് ഫീൽ ചെയ്തിട്ട് അതിനെ ആ രീതിയിൽ റിവ്യൂസ് പറഞ്ഞാൽ പിന്നെ അതിന് താഴത്തോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുണ്ട്. അപ്പൊ അതിന്റെ മറുപടി നിങ്ങളിപ്പോ പറഞ്ഞു. അത് പറഞ്ഞില്ല, ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോശമാണെന്നോ എല്ലാം നല്ലതാണെന്നോ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്, അതൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോ സിനിമ പോസിറ്റീവ് സംഭവിച്ചാൽ പിന്നെ നമുക്ക് പോസിറ്റീവ് റിവ്യൂ കിട്ടി കഴിഞ്ഞാൽ സിനിമയെ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാമെന്നാണ് എല്ലാവരും ശ്രമിക്കുള്ളൂ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ സീരിയസ്ലി ഇപ്പൊ പുള്ളി അത് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിൽ ഞങ്ങളത് പറ്റിയിട്ടേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് കുറ്റം പറയാനുള്ള അർഹതയില്ല. പക്ഷേ ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി ഒരാളെ വിഷമിപ്പിക്കുക അത് അത്രേ ഉള്ളൂ. അതായത് ഇപ്പോ ഒരു സാധനം ചെയ്തു, അത് ഈ രീതിയിൽ അഭിനയിച്ച് ശരിയല്ല, എനിക്ക് ആ സ്ഥലത്ത് കണക്ട് ചെയ്യില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ട്വിൻസ് ആൻഡ് ഫാമിലി ഇന്നലെ 50 ദിവസം ഓടി, ഭയങ്കര മോശം റിവ്യൂ ആണ്. അത് എത്രയോ ലക്ഷം ആൾക്കാർ കണ്ടിട്ടായിരിക്കാം ആ സിനിമ ഹിറ്റ് ആയത്. അപ്പൊ ആ സിനിമയിൽ പോസിറ്റീവ് ഒന്നുമില്ലേ? ഞാൻ ചോദിക്കണം, പോസിറ്റീവ് ഒന്നുമില്ലേ? പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത പിന്നെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനോട് എനിക്ക് അത് ഒരാളുടെ പേരെടുത്തിട്ട് കളിയാക്കുന്ന രീതിയിലുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, തിയേറ്ററിൽ 100 പേരിരുന്ന് കൈയടിക്കില്ല, 80 പേര് അടിക്കില്ല, 20 പേരിൽ ഒരാളാണ് പുള്ളി. അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അയാളത് പറഞ്ഞു. പക്ഷെ ആരെയും പേഴ്സണലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതെ, ആ കൂടെ ഉള്ളവര് ചിരിച്ചാ പടം 50 കോടി അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ചിരി വന്നില്ല, അതുകൊണ്ട് ആ പടം പൊളിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ സിനിമയിൽ പുള്ളിക്ക് അത് കണക്ട് ആയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കണക്ട് ആയില്ല, അത് പുള്ളിയുടെ ഇഷ്ടമാണ്. എല്ലാവർക്കും എന്റെ 2-3 സുഹൃത്തുക്കൾ വിളിച്ചാൽ എനിക്ക് അത്ര വർക്ക് സത്യം വർക്കൗട്ട് ആയില്ല. പക്ഷെ അതിന്റെ അപ്പുറത്ത് 100 പേര് നല്ലത് പറഞ്ഞു. ഞാനിപ്പോ 100 പേര് അല്ലെങ്കിൽ 97 പേരാണ് ഞാൻ നോക്കുന്നത്. ബാക്കി 3 പേര് ഞാൻ നോക്കാനുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഇരുന്ന് കണ്ടതിന്റെ കുഴപ്പങ്ങൾ. ഇപ്പൊ ജോണിച്ചേട്ടൻ ചിലപ്പോൾ ഡയറക്ടറാണ്, ഇന്ന സത്യത്തിൽ പാലിച്ചു വെച്ചു നമ്മൾ മനസ്സിലാക്കും. ഈ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ അതിനെ ഒട്ടും ആലോചിക്കില്ല. പക്ഷെ ആരെ പേഴ്സണലി അറിയരുത്. ഇപ്പൊ സാരിക്കായാലും അല്ലെങ്കിൽ മൂസി ആയാലും എന്നെ ആയാലും ക്യാമറ ആരായാലും ജോലിച്ചേർന്ന എല്ലാവരും പറയുന്ന രീതിയിൽ അതിനെ കളിയാക്കുമ്പോൾ അവർക്ക് തുടക്കം പിള്ളേരല്ലേ, അപ്പൊ അവർക്കത് പെട്ടെന്നൊരു ഇത് തോന്നും. അതിനോ മാത്രം എനിക്ക് താല്പര്യം. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉത്തരവുണ്ട്, മീനാക്ഷിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എല്ലാവരും എടുത്തു പറഞ്ഞാണ്, നിങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അതിനെ തന്നെ കളിയാക്കുന്ന ആളോട് പിന്നെ അതിന്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും കളിയാക്കും. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്.